BJP UDF വോട്ടല്ല, BJP LDF വോട്ടാ. BJP വരണം. BJP കൂടെ വന്നാലല്ലേ നമ്മുടെ കേരളം നല്ല രീതിയിൽ ആവുള്ളൂ. BJP അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അത് അവരുടെ കഴിവാണ്. അവര് കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നു, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി. അവരും പറയണം, എല്ലാരും മാറി മാറി വരണം. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് BJP 3 ഇടങ്ങളിൽ അക്കൗണ്ട് തുറന്ന ഒരു ചരിത്രവിധി നേടിയ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു ഇത്. എന്നിരുന്നാലും അവർ വിജയം കൈവരിച്ചിട്ട് അത് BJP സംബന്ധിച്ച് ഏറ്റവും ഒരു വലിയ വിജയമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഒരു വിജയത്തിൽ പോലും ജനങ്ങൾ ആരോപിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ BJP UDF ഡീൽ കൊണ്ടാണ് അവർ BJP 3 ഇടങ്ങളിൽ അക്കൗണ്ട് തുറന്നത് എന്നൊരു കാര്യമാണ്. ഇത് ശരിക്കും ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? അങ്ങനെ ഒരു അത്തരത്തിലൊരു ഡീല് ഇവർക്കിടയിൽ നിലനിന്നിരുന്നോ? അതുപോലെ തന്നെ BJP ഇനി കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ LDF UDF പോലെ ഒരു മുന്നണിയായി മാറുമോ? ഇനി നാളെ ഒരു സമയം LDFന്റെയും UDFന്റെയും ഭരണം ജനങ്ങൾ മടുത്ത BJP ആശ്രയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം മാറുമോ? ഇന്ന് അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് ജനങ്ങളോട് തന്നെ നമുക്ക് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ചോദിച്ചറിയാം. അതില് പതുക്കെയാണെങ്കിലും അതിലേക്ക് എത്താം. കാരണം അവരുടെ പ്രവർത്തനങ്ങൾ പോലും ഇപ്പം 3 പേര് 3 മണ്ഡലം പിടിച്ചെടുത്തിട്ട് വിജയിച്ചിട്ടുണ്ട്. അവർ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നു, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി. അവരെ കാണുന്ന ആളുകൾ, ഇപ്പം ഞാൻ പറയട്ടെ, വിജയിച്ച ഒരാളെയൊക്കെ സംബന്ധിച്ച് ഒരു വേദിയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിൽപ്പെട്ട ആളുകളുമായിട്ട് പുഞ്ചിരിച്ച് വർത്തമാനം പറഞ്ഞു പോകും. ബാക്കിയുള്ള വോട്ട് ചെയ്ത സാധാരണക്കാരെല്ലാം ആളുകൾ വളരെ നിരാശയോടുക, എന്നോടൊന്നും മിണ്ടുന്ന പോലും ഇല്ലാത്ത അവസ്ഥകളിലൂടെ നീക്കി കടന്നു പോകുന്ന ആളുകളുണ്ട്, ഒരുപാട് പേരുണ്ട്. അതൊക്കെ അവരെ നിരാശരാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ആളുകളും ഇപ്പം വിവിധ തൊഴിൽ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പം ഞങ്ങൾ ലോറി തൊഴിലാളിയാണ്. അപ്പോൾ എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ താഴെത്തട്ടിലുള്ള ആളുകളെയും ഉൾക്കൊള്ളാൻ പഠിക്കണം. അവരുടെ പ്രശ്നങ്ങൾ പഠിക്കണം. അവരെ സംബന്ധിച്ചുള്ള ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. അക്കൗണ്ട് തുറന്നത് ഡീലിന്റെ ഭാഗമാണ്. UDF BJP ഡീൽ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു ഡീലിലൊന്നും ഇപ്പം പോകുന്ന പറഞ്ഞാൽ ആൾക്കാർ ഇതിപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കുന്ന പോലെ ഓട്ടം അങ്ങനെ മൊത്തത്തിൽ എവിടെയെങ്കിലും കൊണ്ടോ ഫുട്പാത്തിൽ കൊണ്ടോ കച്ചവടം ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. പിന്നെ കുറേയൊക്കെ ചില സ്വാധീനം അനുസരിച്ച് പോകും. അപ്പോൾ ആ രീതിക്കാണ്. അല്ലാതെ ഇപ്പം നമ്മൾ കേൾക്കുന്ന പോലെ വോട്ടുകൾ മറിച്ച് വിറ്റു എന്ന് പറഞ്ഞതെല്ലാം കൂടെ ശേഖരിച്ചിട്ട് ഒരാൾക്ക് തന്നെ വില പറഞ്ഞ് വിൽക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളൊന്നും അല്ല. അങ്ങനെ എല്ലാവരും അങ്ങനെയുള്ളത് അല്ലല്ലോ. അത് എനിക്ക് പറയാനുള്ളൂ. BJP അക്കൗണ്ട് തുറന്നു പറഞ്ഞാൽ അത് അവരുടെ കഴിവാണ്. അവർ കഴിവ് തെളിയിച്ചവിടെ. ആൾക്കാർ പറയുന്നുണ്ട് UDF BJP ഡീലാണ് ഇതിന് പിന്നിലെന്ന്. അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. BJP പിടിക്കുന്ന സീറ്റ് അവർ അർഹതയായിട്ട് കൊണ്ടുപോയ സീറ്റാ. മറ്റൊരു ചെയ്യാത്ത സീറ്റ് BJP കൊണ്ടുപോയി. അപ്പൊ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കിന് BJP ഇതേപോലെ UDF LDF പോലെ ഒരു മുന്നണിയായി മാറും, അവര് ഭരിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ വരും എന്ന് തോന്നുന്നുണ്ടോ? കേരളം ഇനി BJPയുടെ കൈകളിലേക്ക് കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ എത്തുമെന്ന് തോന്നുന്നു. അത് നമുക്ക് കുറെ കാലം കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. ചില BJP തന്നെ കൊണ്ടുപോകുന്നുള്ളതാണ് നമ്മുടെ ധാരണയിരിക്കുന്നത്. BJP വരണം, മുൻനിരയിലേക്ക് വരണമെന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഭരണ ശകല ഒത്തിരി വ്യത്യാസം നമുക്ക് ഒരു അയവ് കിട്ടും. അതാണ് ഇവർ പഠിക്കേണ്ടത്. ഇവരിപ്പം ചെയ്തതെല്ലാം ഇവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു അയവ് കിട്ടാനുള്ള രീതിയിൽ കൂടെ എല്ലാ മാർക്കെങ്കിലും BJP ആയിട്ടെന്നാണ് എൻ്റെ ധാരണ. കുറെ വർഷങ്ങൾക്ക് ശേഷം BJP LDF UDF പോലൊരു മുന്നണിയായി മാറുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം ഇനിയും മാറ്റം വരണം. ഈ 2 മുന്നണികളെയും ജനങ്ങൾ വെറുതെ ഇനി മൂന്നാമതൊരു മുന്നണി നിരയിലേക്ക് വരണം. ഇപ്പം കുറച്ച് കാര്യങ്ങൾ വിവാദങ്ങൾ ഉണ്ടാവുകയാണ്. BJP 3 ഇടത്ത് ഇപ്രാവശ്യം അക്കൗണ്ട് തുറന്നത് ഇത് UDF ഡീലാണ്, അവർ വോട്ട് ചെയ്ത് കൊണ്ടുവന്നെയാണ് തരത്തിലുള്ള അത്തരം പ്രതികരണങ്ങളോട് എങ്ങനെയാണ്? അതൊന്നും ചുമ്മാ ആൾക്കാർ പറയുന്നു, അതിലൊന്നും കാര്യമില്ല. ഇത് ജനം തീരുമാനിച്ചേക്കുന്ന ഒരു കാര്യങ്ങളാണ് വോട്ട് ചെയ്തത്. അത് അതിൻ്റെ അകത്ത് കുറേ ജനങ്ങൾ സത്യസന്ധതയിലും നേരായ വഴിക്കും പോകുന്ന കുറേ ആൾക്കാരുണ്ട്. പുതിയ തലമുറ, പഴയ കുറേ ആൾക്കാർ, അവരാണ് BJPക്ക് വോട്ട് ചെയ്തേക്കുന്നത്. അല്ലാതെ ഇതിങ്ങനെ ഒന്നും ചെയ്യാൻ ഇപ്പം എന്നോട് വന്നിട്ട് പറയുക ഞാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യണമെന്നൊന്നുമില്ല, ആരും ചെയ്യുക. അങ്ങനെ മാറിയതാണ്. ചാൻസ് ഉണ്ട്, നല്ല വിജയമല്ല, ഒന്നുമില്ലായിരുന്നല്ലേ 3 സീറ്റ് എന്ന് പറയുമ്പോഴത്തേന് മൂന്നാമതൊരു ഭരണത്തെ ആശ്രയിക്കേണ്ടി വരികയാണ്. ആ ഒരു സാഹചര്യം കൊണ്ടാണ് ഇപ്പം 3 മണ്ഡലങ്ങൾ അവർ പിടിച്ചടക്കിയെന്ന് തോന്നുന്നു. അതെ, 3 മണ്ഡലങ്ങൾ പിടിച്ചു. ഇനിയിപ്പം മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. മാറ്റം വരുമല്ലോ. വിവാദം വരുന്നുണ്ട്. ഇവര് UDF BJP തമ്മിലുള്ള ഡീല് കൊണ്ടാണ് അവർ 3 മണ്ഡലങ്ങൾ പിടിച്ചടക്കിയത്. അങ്ങനെ പറയാൻ പറ്റില്ല. ഡീല് കൊണ്ടാണെന്നൊന്നും പറയാൻ പറ്റില്ല. ആ ഭാഗത്തോട്ട് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മുന്നിലേക്ക് വരുമെന്ന് തോന്നുന്നുണ്ട്. ഈ റേഷൻ പോലും മോദി സർക്കാർ വന്നിട്ട് ഇപ്പൊ കേരളത്തിനകത്ത് എവിടെ വേണേലും റേഷൻ പോയി മേടിക്കാം.
പിന്നെ അങ്ങനെ അവര് മുൻനിരയിലേക്ക് വരണമോ? LDF UDF പോലെ ഒരു മുന്നണിയായി അവരും പറയണം എല്ലാരും മാറി മാറി വരണം, എല്ലാരും മാറി മാറി വന്ന് എല്ലാരും മാറി മാറി ഭരിക്കട്ടെ, മനസ്സിലാക്കണം, കേരളത്തിലുള്ളവർ മനസ്സിലാക്കണം. ഏതാണ് ഏറ്റവും നല്ലത്, അനുയോജ്യമായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കണം എന്നൊരു അഭിപ്രായമാണ്. അതെ, അങ്ങനെ ഉണ്ട്. അതിപ്പോ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അല്ലേ ഇവിടെ വന്നുള്ളൂ. BJP വരട്ടെ. അത് പിന്നെ ഭരണകക്ഷിക്കാരുടെ വളർത്തക്കൂടാണ് അവർ 2 സീറ്റ് എഴുതി പോയത്. അതില് എന്തെങ്കിലും UDF BJP ഡീലുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ അങ്ങനെ ഒരു കുറച്ച് വിവാദങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. BJPയും UDFും തമ്മിൽ എന്തോ ഡീലുണ്ടെന്ന്. BJP UDF ആയിട്ടല്ല, BJP LDF ആയിട്ടാ ഡീല്. ആ ഡീലിലാ 2 അവർക്ക്. അല്ല, നമുക്ക് കാണാൻ സാധിച്ചത് UDFന് പലയിടത്തും ഭൂരിപക്ഷം ലഭിച്ചിരുന്ന മണ്ഡലങ്ങളിൽ പോലും BJPക്കാണ് അവിടെ ഭൂരിപക്ഷം ഇപ്രാവശ്യം ഉണ്ടായിരിക്കുന്നത്. അതിനർത്ഥം അവർ തമ്മിൽ അന്തർധാര ഉണ്ടെന്നല്ല. BJP UDF അന്തർധാര UDF കൂടുതലും ഭൂരിപക്ഷം LDF ആയിട്ടാ. എന്നെപ്പോൾ 2 സീറ്റ് കിട്ടിയായിരുന്നു. വരണം, BJP വരണം. BJP കൂടെ വന്നാലല്ലേ നമ്മുടെ കേരളം നല്ല രീതി ആവുള്ളൂ, അല്ലാതെ ആവുകയല്ലോ. അപ്പൊ ഈ മൂന്നിടത്ത് ഈ അക്കൗണ്ട് തുറന്നത് BJPയുടെ കഴിവ് കൊണ്ടാണ്. അതുകൊണ്ട് BJP ഇനി മുൻനിരയിലേക്ക് വരും. കറക്റ്റായിട്ട് കേസില്ല, അവരുടെ കഴിവുണ്ട്. അതിനകത്തും ഒരു കാര്യം പറയുന്നുണ്ട്, UDF BJP ഡീലുണ്ട്, അവര് തമ്മിൽ ഒരു ഒത്തുകളി ഉണ്ട് എന്ന തരത്തിലൊക്കെ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അതിനകത്ത് അതേപ്പറ്റി എനിക്ക് കൂടുതൽ പറയാൻ പറ്റിയല്ല. കാരണം അവർ തമ്മിൽ എന്തെങ്കിലും അന്തർധാര ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? കാണുമായിരിക്കും, എനിക്കറിയത്തില്ല അതേപ്പറ്റി.